6 മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ചിത്രം ഇവിടെ കൊണ്ടുവന്നത്. അതിനാൽ 6 മുളയുടെ കഷ്ണങ്ങൾ എന്ന് പേര് ലഭിച്ചു. 7 മുളകൾ കൊണ്ട് നിർമ്മിച്ചതെന്നാണെന്നും ചിലർ പറയപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് പമ്പയുടെ തീരത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് 2 കിലോമീറ്റർ മുകളിലായി ഒരു സ്ഥലത്ത് വേർപിരിഞ്ഞ് മുളവൂർ കടവ് എന്നർത്ഥം വരുന്ന ആ സ്ഥലത്തെ മുളവൂർ കടവ് എന്ന് വിളിക്കുന്നു. ആയുർവേദ ഭിക്ഷഗുരന്മാരുടെ ഒരു കുടുംബത്തിൻ്റെ പിൻഗാമികൾ ഇപ്പോഴും മുളവൂരിൽ താമസിക്കുന്നുണ്ട്. മറ്റ് ഐതിഹ്യമനുസരിച്ച് നദിക്ക് സമീപമുള്ള അരിൻവില്ലയിൽ നിന്നാണ് ഈ സ്ഥലത്ത് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. കിഴക്കൻ അക്ഷത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് 20 പടികളുള്ള ഒരു ഉയർന്ന ഘടനയിലാണ്. ക്ഷേത്രത്തിന് 2 നിലകളുള്ള ഗോപുരവും ഒരു ഗേറ്റ് വേ ഗോപുരവും ഉണ്ട്. മുകളിൽ കോട്ടുപുരെ, അതായത് ഉത്സവ സമയത്ത് ഡ്രം അടിക്കുന്ന ഹാൾ അങ്ങനെ കൂടി വച്ചിരിക്കുന്നു. മൂടുന്ന തടി പതാകകളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും ചതുരാകൃതിയിലുള്ള ഒരു മതിൽ, ക്ഷേത്ര മടിലുക, കവാടങ്ങൾ, തുളച്ചുകയർന്ന ക്ഷേത്രത്തിൻ്റെ എല്ലാ ആരാധനകളെയും ചുറ്റുന്നു. ലോഹം പൂശിയ കൊടിമരം, ധ്വജസ്തംഭം എന്നിവ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി കാണാം. ആറന്മുളയിലെ ക്ഷേത്രോത്സവം, വാർഷിക ഉത്സവം എന്ന് പറയുന്നത് മകരമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസങ്ങൾക്ക് ശേഷം തിരുവോണ നാളിൽ സമാപിക്കും. 10 ദിവസത്തെ ഉത്സവത്തിൽ ഗരുഡ വാഹനം എഴുന്നള്ളിപ്പാണ് പ്രധാന ചടങ്ങ്. വാർഷിക ഉത്സവത്തിൽ 5-ാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനെ 5-ാം പുറപ്പാട് എന്ന് വിളിക്കുന്നു. ഗരുഡനിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ നിന്നാണ് പ്രതിഷ്ഠയെ പുറത്തെടുക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വാഹനമായ ഗരുഡൻ്റെ മേൽ കയറുന്നത് കാണുന്നതിന് 33 ദശലക്ഷം ദേവന്മാരും പ്രകൃതിയുടെ മൂലകങ്ങൾ അടങ്ങിയ ദേവഗന്ധർവന്മാരും ആ സമയത്ത് ക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ ഹിന്ദു ഇതിഹാസമനുസരിച്ച് പാണ്ഡവരിൽ ഒരാളായ അർജുനൻ തപസ്സിനു ശേഷം കൃഷ്ണൻ്റെ ചിത്രമായി മടങ്ങുകയായിരുന്നു. പമ്പാ നദിയിൽ വലിയ വെള്ളപ്പൊക്കമാണ്. അദ്ദേഹം നേരിട്ടത് ഒരു പാവപ്പെട്ട താഴ്ന്ന ജാതി ഹിന്ദു 6 മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടവുമായി നദി മുറിച്ചു കടക്കാൻ സഹായിച്ചു. പാവപ്പെട്ട ഹിന്ദുവിൻ്റെ സ്മരണയ്ക്കായി 6 മുള വള്ളംകളി വർഷം തോറും പമ്പാ നദിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. 4 ചുക്കാൻ പിടിക്കുന്നവരും 100 തുഴൽച്ചിക്കാരും 25 ഗായകരുമായി 100 മീറ്റർ ചുറ്റളവിൽ പമ്പ വള്ളങ്ങൾ പങ്കെടുക്കുന്നു. അവസാന ദിവസമാണ് പമ്പാ ദിനാഘോഷത്തിൻ്റെ ഓട്ടപ്രദക്ഷിണം നടക്കുന്നത്. സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് ബോട്ടുകൾ ജോഡികളായി നീങ്ങുന്നു. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പമ്പാ ജല ഉത്സവം നടക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥിയെ ഗരുഡ പർവ്വത്തിൽ വലിയ ഘോഷിയായി പമ്പാ തീരത്തേക്ക് കൊണ്ടുപോകുന്ന ഉത്സവത്തിന് മലയാള മാസം മീനം സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ അടുത്തുള്ള പുന്നന്തോട് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ രൂപം ആറാട്ടുത്സവത്തിനായി ഘോഷയാത്രയായി കൊണ്ടുവരുന്നു. കൂടാതെ ധനുമാസത്തിലും ആഘോഷം